السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റിയാദു സ്വാലിഹീൻ 39ാമത്തെ ബാബായിട്ട് ഇനി വിവരിക്കോപ്പുണ്ട്. ഞങ്ങളെ കുടുംബത്തൊട്ടു ഞങ്ങളെ ഫാമിലിയൊട്ടുള്ള ഞങ്ങൾക്ക് ബാധ്യതകൾ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾ വിവരിച്ചിട്ടായിട്ട് ഇനിയിപ്പോൾ ചൊല്ലത് നിരക്കരമായി സംബന്ധപ്പെട്ട് കുടുംബ കല്യാണം ഞങ്ങളെ പെഞ്ഞൈമക്ക കല്യാണം പിന്നെ ഞങ്ങളെ ഏറ്റവും അടുത്തിട്ട് നിൽക്കില്ല ഞങ്ങളെ നിരക്കരയായിട്ടിക്കട് അയൽവാസികൾ. അപ്പൊ അങ്ങനെ സംബന്ധിച്ച് ഇസ്ലാം എന്തായിട്ടിക്കട് അങ്ങോട്ടുള്ള ഒരു ബാധ്യത ഉണ്ട്. അങ്ങോട്ട് എങ്ങനെ വേണം അതാ ബാബു ഹക്കുൽ ജാരി ഒരു അയൽവാസിയുടെ ഹക്ക് വൽ വസിയത്തി ബിഹി അയൽവാസിയെ കൊണ്ട് വസിയത്താക്കണേ ചെന്നെങ്കിൽ അയൽവാസിയൊട്ടിക്ക് നല്ലത് ചെയ്യണം, നല്ല നിലക്ക് പെരുമാറണം. അപ്പൊ ഈ അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്തിനെ അപ്പൊ അത് വളരെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടിരിക്കണം. കാരണം ഞങ്ങളെ കുടുംബം ചൊല്ലതിനേക്കാളും ഇപ്പൊ പെഞ്ഞൈമക്ക എന്നുള്ളത് ഞങ്ങളെ ഔത്ര ഉൾഗത്തിக்கிறങ്ങ് ജന്നാമത് ഞങ്ങളെ ഫാമിലി പറത്തിന് നിൽക്കുന്നത്. പക്ഷെ അങ്ങ് മുട്ടയ്ക്കോറ് ദൂരയ്ക്കോറും എന്നാൽ ഞങ്ങളെ ഔത്ര മുട്ട ഞങ്ങൾ അയൽവാസിങ്ങ ഞങ്ങളെ ഫാമിലിയായ അയൽവാസിന്റെ ഫാമിലി അല്ലാത്ത അയൽവാസിയും വയ്ക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങളെ ദൂരത്തെ ഞങ്ങൾ എത്രയ്ക്കുമെന്നുള്ളൂ ഞങ്ങളെ ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ഓടി എത്ര ഞങ്ങളെ നിരക്കരയായിട്ടിട്ട്. അപ്പൊ നിരക്കരമായിട്ടുള്ള സംബന്ധം ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്തിരച്ചുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിരച്ചൊന്നൊരു ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗത്തായിട്ടിക്കട് ആ വിഷയങ്ങളായിട്ടിക്കട് ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ വിവരിക്കുന്നുണ്ട്. ഒന്നാമതായി ഇവിടെ സൂറത്തുൻ നിസായുടെ 36ാമത്തെ ആയത്തായിട്ടിക്കട് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഖാല അല്ലാഹു തആല വഅബ്ദുല്ലാഹ അല്ലാഹുവെ ഇബാദത്ത് ചെയ്യണം, വലാ തുശ്രികൂ ബിഹി ഷൈഅൻ അല്ലാഹുവിന്റെ ഒന്നിനെയും കൂട്ട് ചേർക്കുകത്തില്ല. അല്ലാഹു അത്ര ഇലാഹ് അല്ലാഹുവിന്റെ വേറൊരു ഇലാഹുണ്ട്, പാർട്ട്ണർ ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അല്ലാണ്ട് വേറൊരു പടച്ചോണ്ട് ഇങ്ങനെ എന്നുള്ള ശിർക്ക് ഒന്നും വെക്കുകത്തില്ല, ശിർക്ക് ഉണ്ടാവുകത്തില്ല. വബിൽ വാലിദൈനി ഇഹ്സാന ജന്നാമതായി അള്ളാഹു ചൊല്ലി മാതാപിതാക്കളെ കൊണ്ട് ഗുണം ചെയ്യണം. വബിദിൽ ഖുർബ അടുത്ത കുടുംബക്കാരുമായിട്ടും വൽ യതാമ യതീമുകളായിട്ടും വൽ മസാകിൻ മിസ്കീനുമായിട്ടും വൽ ജാരിദിൽ ഖുർബ അയൽവാസികൾ അടുപ്പമുള്ള അയൽവാസികൾ അത് ഫാമിലി അയൽവാസികൾ കിടന്നു. വൽ ജാരിൽ ജുനുബ് അത് അല്ലാത്ത അയൽവാസികൾ കിടന്നു, കുടുംബക്കാർ ഫാമിലി അല്ലാത്ത അയൽവാസികൾ. വസ്വാഹിബി ബിൽ ജംബ് പിന്നൊന്ന് പഠിക്കുന്ന സമയത്തിലോ സ്വറത്തിലോ ഒരു യാത്രയിലോ ഒട്ടുകൊല്ലങ്ങ അങ്ങനൊട്ടും നല്ലത് ചെയ്യണം. വബിനി സബീൽ യാത്രക്കാർ നാല് റായത്തുക്ക് ബിരുദർ വന്നെങ്ങാവാം, നാല് റായത്തുക്ക് വന്ന ബിരുദറാവാം, ഞങ്ങൾ ഒട്ടുകു നാല് റായത്തിലൂടെ കൂടെ കടന്നു പോകേണ്ട യാത്രക്കാരാവാം. അത്ര ആൾക്കാരെ കൊണ്ട് നല്ലത് ചെയ്യണം. ഒമാ മലക്കത്ത് ഐമാനുക്കും നിങ്ങളെ കൈകൾ ഉടമപ്പെടുത്തിയതിന് നിങ്ങളെ അടിമകളായിട്ടുള്ള ആൾമാർ അങ്ങനെ കൊണ്ട് നല്ലത് ചെയ്യണം. അപ്പൊ ഈ പരിശുദ്ധ ഖുർആൻ ഇവിടെ കൽപ്പിച്ചത് അയൽവാസികളെ പല കാര്യങ്ങൾ ചെന്ന് മാതാപിതാക്കളെ കൊണ്ട് ഗുണം ചെയ്യണം, കുടുംബക്കാർ യതീമീങ്ങൾ മിസ്കീന്മാർ എന്നിട്ട് ചൊല്ല അടുത്ത കുടുംബക്കാരായ അയൽവാസികളും കുടുംബക്കാർ അല്ലാത്ത അയൽവാസികളും നിങ്ങൾ ഒട്ടുകിക്കിടങ്ങ. ചിലപ്പോൾ സ്ഥലത്ത് അവിടെ ഒട്ടുകില്ലങ്ങായിട്ടിക്കും, റൂംമേറ്റ് ആയിട്ടിക്കും, ക്ലാസ്മേറ്റ് ആയിട്ടിക്കും. അപ്പൊ ഇങ്ങനെ അങ്ങനെയുള്ള ആളുമാറുമായിട്ട് നല്ലത് ചെയ്യണം. എന്നെങ്കിൽ ഈ മനുഷ്യ എന്നുള്ളത് സാമൂഹികമായിട്ടൊരു ജീവിയായിട്ടിക്കട് മറ്റുള്ള ആളുമാരോട്ട് ഇടപെരങ്ങി ജീവിക്കിടങ്ങായിട്ടിക്കട. അപ്പൊ അത്തരം ആൾക്കാരോട്ടുള്ള നല്ല ബന്ധം വേണം, അങ്ങൊക്കെ ഗുണം ചെയ്യണം, നല്ലത് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കണം. അപ്പൊ ഞങ്ങളെ വിഷയം അവിടെ അയൽവാസികളുമായി സംബന്ധപ്പെട്ട അപ്പൊ അയൽവാസികളെ കൊണ്ട് ഗുണം ചെയ്യണം, നല്ലത് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലെ കുറെ അതിൽ ആൾമാരെ എണ്ണീത്ത് അതിൽ അയൽവാസികളെ ജണ്ടായി തിരിച്ചിട്ട് ഒന്ന് നിങ്ങളെ കുടുംബക്കാരായ അയൽവാസികൾ അങ്ങോട്ട് ഞങ്ങൾക്ക് രണ്ട് ബന്ധമുണ്ട്. ഒന്ന് ഞങ്ങളെ കുടുംബക്കാരെന്ന ബന്ധം, പിന്നെ ഒന്ന് ഞങ്ങളെ അയൽവാസി എന്നുള്ള ബന്ധം. കുടുംബക്കാരല്ലാത്ത മുസ്ലിമീങ്ങളായ അയൽവാസികൾ അങ്ങോട്ട് ഞങ്ങൾക്ക് രണ്ട് ടോട്ടൽ 3 രീതിക്കായിട്ട് അയൽവാസികൾ. ഒന്ന് ഞങ്ങളുടെ കുടുംബക്കാരാണ്. അപ്പൊ കുടുംബം എന്നൊരു ബന്ധമുണ്ട്, നിരക്കര എന്നുള്ളൊരു ബന്ധമുണ്ട്, ഇസ്ലാം എന്നുള്ളൊരു സാഹോദര്യത്തെ അവിടെ ഉണ്ട്. ഇനി കുടുംബത്തെ അല്ലാത്ത കണ്ടിട്ടുണ്ടെങ്കിലോ അങ്ങ് ഇസ്ലാമിയത്തി എന്ന നിലക്കും നിരക്കര എന്ന നിലക്കൊരു ബന്ധമുണ്ട്.
അല്ലാത്ത ആൾമാർ അങ്ങോട്ട് നിരക്കര എന്നാൽ മുസ്ലിം അല്ലാത്ത ആൾമാരട്ടെ അങ്ങോട്ട് നിരക്കര എന്നുള്ളൊരു ബന്ധം നമുക്ക് അങ്ങനെ 3 രീതിയിലുണ്ട്. ഏതായാലും അയൽവാസിലോട്ട് നല്ല നിലക്ക് പെരുമാറണം എന്നായിട്ട് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ കൂടെ പഠിപ്പാട്ടിയത്. നമുക്ക് ഹദീസ് നോക്കാം. ഹദീസ് നമ്പർ 303. വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വആയിഷത റളിയല്ലാഹു അൻഹും രണ്ട് സ്വഹാബാക്കൾ, അതായത് ആയിഷ ബീവി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല രണ്ട് സ്വഹാബാക്കൾ അങ്ങ് ജണ്ടൽ ചെന്നാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി. ജിബ്രീൽ അലൈഹിസ്സലാം നണ്ടൊട്ടുകു അയൽവാസികളെ കൊണ്ട് വസിയത്താക്കിയോട്ടെ അത്താലനന്തു ഞാൻ വേർച്ചു പോയ അന്നഹു സൈവരിസുഹു അയൽവാസി അനന്തര സ്വത്ത് പോലും എടുക്കുക എന്നാണ്. ചെന്നെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം നണ്ടൊട്ടുക്ക് വസിയത്താക്കിക്കൊണ്ടിരുന്ന അയൽക്കാരൻ നരക്കരടങ്ങളെ കൊണ്ട് നല്ല നിലക്ക് വേണം യോർത്തോനും ചെന്നെങ്കിൽ മരിച്ചേൻ കണ്ടെങ്കിൽ അവന്റെ അയൽക്കാർക്ക് സ്വത്തിൽ വരെ ഓതിയുണ്ട് ഞാൻ വിചാരിച്ചു. അത്രക്കും ജിബ്രീൽ അലൈഹിസ്സലാം നണ്ടൊട്ട് വസിയത്താക്കിയിട്ട് അപ്പോ അങ്ങോട്ടൊക്കെ വലിയ ബന്ധമുണ്ട് എന്നായിട്ട് ഇപ്പൊ നിരക്കരക്ക് ഓതിയില്ല, എന്നാലും നിറക്കരടങ്ങ് മരിച്ച സ്വത്ത് ഒരാൾ മരിച്ചും കണ്ടി അവന്റെ നിറക്കരടങ്ങ് അവന്റെ സ്വത്ത് ഓതി വെക്കുമ്പോൾ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചുപോയാൽ അത്ര ജിബ്രീൽ അലൈഹിസ്സലാം നിരക്കരമായി സംബന്ധപ്പെട്ട് കണ്ടിട്ട് വസിയത്താക്കി വേണ്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. ഇനി 304-ാമത്തെ ഹദീസ് നോക്കൂ. വാൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ദർ ഇദാ തബഖത മറഖതൻ, ഏ അബൂ ദർ നിങ്ങ ഒരു ബിസലി കരി നിങ്ങൾക്ക് പയപ്പാട്ടൊക്കെ ഫാക്സിർ അതുക്ക് തന്നെ ആറാക്കൂ വതാഅഹദ് ജീറാനക്ക നിങ്ങളെ നിരക്കരടങ്ങളെ നിങ്ങൾ അങ്ങകലത്തിൽ കൊടുത്ത് ശേഖരിക്കും അങ്ങനെ കൂടി നോക്കിയോളൂ എന്ന് റവാഹു മുസ്ലിം. പിന്നെ റിപ്പോർട്ട് വഫീ റിവായത്തിൽ അൻ അബീ ദർ ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ മറ്റൊരു റിവായത്ത് അബൂദർ റളിയല്ലാഹുവിന്റെ തൊട്ട് ഖാല ഇന്ന ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാനി, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് വസിയത്താക്കി എന്തിന് ഇതാ തബഖ്ത മറക്കൻ നീന് ഒരു ബിസലി കരി പയപ്പാട്ടെങ്കിൽ ഫാക്സിർ മാ അതിന് തന്നെ നീ ജാസ്തിയാക്ക് സുമ്മൻദർ അഹ്ല ബൈത്തിൻ മിൻ ജീറാനി, എന്നിട്ട് നിന്റെ അയൽവാസികളുള്ള ഔത്തരങ്ങളെ നോക്ക് ഫഅസിബുഹും മിൻഹാ ബിമഅറൂഫ്, അതിൽ നിന്ന് നല്ല നിലക്ക് അങ്കും നീ മനസ്സ് സന്തോഷത്തോടു കൂടി തൃപ്തിയോടു കൂടി അങ്കും കൊടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ നോക്കൊരു എത്രയായിട്ട് ഇസ്ലാം നിരക്കരടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിടിപ്പാട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങളെ ഒത്തുനങ്ങറോ നിങ്ങളെ നല്ല ഗമ്മത്താക്കിയിട്ട് ഇതാക്കുമ്പോൾ നിരക്കരടങ്ങ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെ കൂടി നോക്കിയോളണം എന്ന്. അപ്പൊ നല്ലൊരു ബന്ധം നിരക്കരമായിട്ടുണ്ടാവണം. പരിശുദ്ധ ഇസ്ലാം ദീൻ നമുക്കത് പഠിപ്പാട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാതുകൊടുക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ കൊടുക്കട്ടെ. ക്ലാസ് കാതുകൊടുത്തങ്ങ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ദുആ കൊണ്ട് വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.